ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ അവസാനത്തെ സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമും നന്ദിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനാണ്. തൻ്റെ കുടുംബക്കാരിയൊന്നും എനിക്കിവിടെ കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിച്ചുമില്ല, എന്നോട് പറഞ്ഞുമില്ല. കുഞ്ഞിനെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടാക്കിയിട്ട് താൻ തൻ്റെ വഴിക്ക് പൊക്കോ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗൗതമിനോട് സംസാരിച്ചത്. മാന്യതയോടുകൂടിയല്ല സംസാരിച്ചത്. ആ മാന്യത നമ്മുടെ ഗൗതം ഒട്ട് അർഹിക്കുന്നുമില്ല. അങ്ങനെ ഗൗതമിന് മാന്യത കൊടുക്കേണ്ട കാര്യം നമ്മുടെ നന്ദയ്ക്കില്ല താനും. അങ്ങനെ നന്ദ കുഞ്ഞിനെ അകത്തേക്കൊക്കെ കയറ്റിക്കൊണ്ട് പോയി. പക്ഷെ ഒരിക്കലും നമ്മുടെ ഇന്ദീവരം തറവാട്ടുകാർ ചെയ്തത് നന്ദ ആ കുഞ്ഞിനോട് കാണിക്കത്തില്ല. കാരണം ഇന്ദീവരം തറവാട്ടിലെ ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ അരുന്ധതിയും മോഹിനിയും ഒക്കെ വൃത്തികേടാണ് ആ കുഞ്ഞിനോട് കാണിച്ചത്. ഒരിക്കലും ഒരു കുട്ടികളോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ കുട്ടിയോട് കാണിച്ചത്. അതുപോലെ ഒരിക്കലും നമ്മുടെ നന്ദ കാണിക്കോ? ഇല്ല. നന്ദയുടെ മാനേഴ്സ് അതിന് അനുവദിക്കില്ല. അപ്പൊ ആ കുട്ടീനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. നമ്മുടെ നന്ദുമോനെ കണ്ടതും ഗൗരിമോൾക്ക് ഭയങ്കര സന്തോഷമായി. ഇതാരാ? നന്ദുമോൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ സംസാരിച്ച് ആ കുട്ടികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനിടയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി? കൊള്ളായിരുന്നോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഗൗരിമോള് പറഞ്ഞു, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതേ, പിന്നെ ഉണ്ടല്ലോ നന്ദുമോന്റെ വീട്ടിലുള്ളവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവരുടെയൊക്കെ കൂടെ എന്ത് രസമാ. എനിക്കും അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത് ഗൗരിമോളെ? എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛമ്മയും മുത്തശ്ശിയും പപ്പയും അമ്മയും ഒക്കെ നിന്റെയും കൂടെയല്ലേ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ അവരെ സ്വന്തമായിട്ട് അങ്ങ് എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്ന നമ്മുടെ നന്ദി ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. നിഷ്കളങ്കമായ മനസ്സ്, രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നു. അവർക്ക് എന്തറിയാം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നു. ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. സ്വന്തം പപ്പയെയും അച്ചമ്മയെയും മുത്തശ്ശിയൊക്കെ ആണല്ലോ നമ്മുടെ നന്ദുമോൻ എടുത്തോ, നിന്റെ സ്വന്തമാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞാൽ നന്ദി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കി എല്ലാവരോടും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം പിങ്കി ദേഷ്യപ്പെടുന്നതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരിന്നലെ ചെയ്തത് ബോറുകെട്ട പരിപാടിയായി പോയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ദേഷ്യമാണ്. ഇപ്പം നമ്മുടെ മോഹിനിക്കാണെങ്കിൽ അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഇതിപ്പം അവക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ട് നമ്മൾ ഏതാണ്ട് ഇപ്പം ആയ പോലെ ആയി പോയല്ലോ എന്ന മട്ടിലാണ് നമ്മുടെ മോഹിനിയും അരുന്ധതിയൊക്കെ. ഈ കൂട്ടത്തില് നമ്മുടെ കനകയും കൂടുകയാണ്. കനക എപ്പോഴും പിങ്കിയുടെ സൈഡാണ്, അത് വേറെ കാര്യം. എങ്കിലും നമ്മുടെ പിങ്കിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും മോഹിനിയൊക്കെ കൂടി കഷ്ടപ്പെട്ടത്. കാരണം നന്ദേനെ എവിടെ നാണം കെടുത്തുന്ന പിങ്കിക്കും കൂടെയാണല്ലോ നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ അരുന്ധതിയോട് മോഹിനി ചെന്നിങ്ങനെ പറഞ്ഞു, അവളുടെ അഹങ്കാരം മാറ്റി കൊടുക്കണം. എങ്കിലും അവൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. എന്തിനാ അവൾ ഇതിന് മാത്രം അഹങ്കരിക്കുന്നത്? അവൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത്? അവരൊരുമിച്ച് ജീവിക്കുന്ന കാണാൻ വേണ്ടിയല്ലേ? എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ജ്യൂസിൽ അത് കലർത്തി കൊടുത്തെന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മളെ അപമാനിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി നല്ലത് പറഞ്ഞു കിട്ടോ, എല്ലാവരെയും നല്ലത് പറഞ്ഞു. ഇനി മേലാൽ ഇങ്ങനെ ചെയ്തേക്കരുത്, ആ കുട്ടി ഇവിടെ കയറി വന്ന് എല്ലാവരും മാന്യമായിട്ട് പെരുമാറാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കിക്കൊരു നല്ലൊരു തിരിച്ചടി കൊടുക്കുകയാണ് ഈ അരുന്ധതി മോഹിനിയൊക്കെ ചേർന്ന്. ഏതായാലും ഇത് നമ്മുടെ ആർക്കാ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ആ പെങ്കൊച്ചിനോട് കാണിക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അത് നമ്മുടെ പിങ്കി എങ്ങനെയാ അറിഞ്ഞതെന്ന് ചോദിച്ചാല് ഈ കനകമ്മ രണ്ടു വശത്ത് നിൽക്കും. കനകമ്മ നമ്മുടെ പിങ്കിയോട് വന്ന് പറഞ്ഞു, മോഹിനിയും അരുന്ധതിയോടത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മോഹിനി കൊച്ചമ്മയും അരുന്ധതി കൊച്ചമ്മയും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പിങ്കി നിന്നോടുള്ള വാശി കൊണ്ടാ, വൈരാഗ്യം കൊണ്ടാ എന്നൊക്കെ വന്ന് ഇച്ചിരി ഉണ്ടെങ്കിൽ ഇത് പെരുപ്പിച്ച് കാണിച്ച് പറയില്ല. അപ്പൊ അതുപോലെ നമ്മുടെ കനക വന്ന് പറയുകയും ചെയ്തു. കനകമ്മ വന്ന് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കാണ് നമ്മുടെ പിങ്കി അറിയുന്നത്. പിങ്കി ഇത് കേട്ടാ സഹിച്ചിരിക്കുക. പിങ്കി അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കി. അപ്പൊ അതെന്താ ഏതാന്നൊക്കെ നമുക്ക് നാളെ അറിയാട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വലിയ ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോ പറയാത്തത്. അപ്പൊ അതെന്താ ഏതാന്ന് നമുക്ക് നാളത്തെ ആ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കുന്നത് നമുക്ക് നാളത്തെ ഫുൾ വിശേഷത്തിൽ കേൾക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ലക്ഷ്മി ഇതറിഞ്ഞു. ലക്ഷ്മി പിങ്കിയുടെ സൈഡ് തന്നെയാണ്. പിന്നെ ലക്ഷ്മി ഇവരുടെ കൂടെ എല്ലാം ചെയ്യാൻ കൂടുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് ക്രൂരതയുള്ളൊരു മനസ്സാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മുടെ ലക്ഷ്മിക്ക് അറിയാം ഗൗരിമോളോട് ചെയ്യുന്നതൊക്കെ തെറ്റാണ്, താൻ അതുപോലെ ചീപ്പായിട്ട് പോയി. അതുപോലെ തന്നെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, എന്തിനാ അമ്മേനെ കുറിച്ച് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല,
അതുപോലെ മറ്റുള്ളവർ ചെയ്യുമെങ്കിലും അമ്മ ഇതുപോലെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്ന് നമ്മുടെ ആരോടാ പിങ്കി ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, അത് മോളുടെ ഒരു ഇതിനു വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിലും അമ്മയെന്നും അമ്മയായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അവരുടെയൊക്കെ കൂടെ കൂടി ചെയ്തത് മഹാബോറായി പോയി എന്ന് തന്നെ നമ്മുടെ പിങ്കി പറയാണ്. അപ്പൊ ഇതിനിടയിൽ ആ കുട്ടി വരുന്നു, ആ കുട്ടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നൊക്കെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദുവിനെ, അപ്പൊ നന്ദുവിനെ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നു. നന്ദൂസ് നല്ല രീതിയിൽ തന്നെ നന്ദു എല്ലാം ഓടാനും നടക്കാനും ഒക്കെ ഏകദേശം ഒക്കെ ആയിട്ടോ. ഒരാളുടെ കൈസഹായം ഇല്ലാതെ, കാലിൽ ബ്രേസ്ലെറ്റ് ഇല്ലാതെ പതിയെ പതിയെ പിച്ച വെച്ചൊക്കെ തുടങ്ങി ആ കുട്ടി. അപ്പൊ ഇങ്ങനെ ആ ഒരു കുട്ടി ഇങ്ങനെ വന്ന് അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ നിർമ്മൽ വരുന്നത്. അപ്പൊ നിർമ്മൽ വന്നിട്ട് നമ്മുടെ നന്ദയോട് ചോദിക്കുകയാണ്, എന്തിനാണ് നന്ദ നീ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കുന്നത്? അതിന്റെ കാര്യം നിനക്കുണ്ടോ? നിന്റെ കുട്ടീനെ കൊണ്ടുപോയി അത്രമാത്രം അപമാനിച്ചു അവര്. അത് നീ ഫോണിലൂടെ കണ്ടു എന്ന് പറഞ്ഞു, നീ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ എന്തിനാണ് നീ അവരുടെ കുട്ടീനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചികിത്സിക്കുകയും അതിനെ ഭേദമാക്കുകയും അതിന്റെ പുറകെ നടക്കുകയും? എന്തിനാണ് നമ്മുടെ സമയം കളയുന്നത്? ഈ സമയത്തുണ്ടെങ്കിൽ നമുക്ക് ശാന്തിപുരത്തേക്ക് തിരിച്ചു പൊക്കൂടെ? എന്തിനാണ് വെറുതെ? ഇങ്ങോട്ട് നന്ദി ഉള്ളവർക്ക് അങ്ങോട്ട് ആ ഒരു നമ്മുടെ നന്ദി കാണിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നന്ദ പറയുന്നത്, അത് പിന്നെ നിർമ്മൽ, അതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നിർമ്മൽ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല നന്ദു. ഞാൻ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല നന്ദു എന്ന് പറയാൻ കാരണം എന്താ? അത് ഒരു കുട്ടിയല്ലേ, അവന് കാലിന് വയ്യ, സ്വാഭാവികം. പിന്നെ ഈ പറയുന്ന ഗൗതമിന്റെയും പിങ്കിയുടെയും കുട്ടീനെ ചികിത്സിച്ച് ഭേദമാക്കി കൊള്ളാവുന്ന നേർച്ചയൊന്നും ഇല്ലല്ലോ നന്ദയ്ക്ക്. നന്ദ പിന്നെ എന്തിനാ നന്ദേനെ വെറുക്കുന്നവരുടെ മുമ്പില്, നന്ദയോട് ഇങ്ങനെയൊക്കെ കാണിച്ചവരുടെ മുമ്പിൽ എന്തിനാ നന്ദ വെറുതെ തല കുനിക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഒരിക്കലും നിർമ്മൽ ഉദ്ദേശിക്കുന്ന പോലെ നന്ദുമോന് ഗൗതമിന്റെയോ പിങ്കിയുടെയോ മോനല്ല. ഇത് കേട്ടത് ഞെട്ടിപ്പോവുക. അതിനോടൊപ്പം വേറൊരാളും ഇത് കേട്ട് ഞെട്ടുകയാണ്. ആരാ? നമ്മുടെ നന്ദുമോന് ഈ വിവരം അങ്ങോട്ട് അറിയുവാണ് കേട്ടോ. നന്ദുമോൻ അവരുടെ വീട്ടിലുണ്ടല്ലോ, ഫിസിക്കൽ തെറാപ്പിക്കൊക്കെ വേണ്ടി വന്നാണല്ലോ. അപ്പൊ നന്ദുമോൻ ഇത് കേട്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും എടുത്ത് നിർമ്മലി ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ നീ പറയുന്നത്? അപ്പം ഗൗതമിന്റെയും പിങ്കിയുടെയും കുട്ടിയല്ലേ നന്ദു എന്ന് പറയുന്ന ആ കുട്ടി? ഒരിക്കലും ആ കുട്ടി ഗൗതമിന്റെയും പിങ്കിയുടെയും കുട്ടിയല്ല. ആ കുട്ടി അവരുടെ ദത്തുപുത്രനാണ്. അവര് ഏറ്റെടുത്ത് വളർത്തുന്നതാണ് ആ കുട്ടീനെ ഒരു ഓഫറേജിൽ നിന്ന്. എന്നും കൂടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അപ്പൊ ഇത്രയും നാളും താൻ വിളിച്ചോണ്ടിരിക്കുന്ന പപ്പയും അമ്മയും തൻ്റെ അല്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദന, പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഷോക്ക്, അതും ആ ഒരു കൊച്ചു കുട്ടിയല്ലേ. ഇത്രയും കേട്ട കുട്ടി ഇതൊന്നും അറിയാത്ത പാപത്തിന് അറിയാത്തതുപോലെ ബാക്കിലേക്ക് അങ്ങ് മാറിപ്പോയിട്ടു. ഇവരെ കാണാതെ തന്നെ മാറിപ്പോയി. ഇച്ചിരി ഉള്ളെങ്കിലും അതിനും ഏകദേശം കാര്യവും വിവരവും ബോധവും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് അയ്യോ പോത്തോന്ന് വിളിച്ച് കരഞ്ഞേനെ ഏതെങ്കിലും പിള്ളേരാണെങ്കിൽ. പിന്നെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നതല്ല, നമുക്ക് കഥയാണല്ലോ. കഥയിൽ ഉള്ള പിള്ളേർക്കൊക്കെ കുറച്ച് വിവരമൊക്കെ കൂടും. നമ്മുടെ പിള്ളേരെ പോലെയൊന്നും അല്ല, അവർക്ക് ഇച്ചിരി വിവരമൊക്കെ കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടി മാറിപ്പോയി. അപ്പൊ ആ കുട്ടി മാറിപ്പോയി. നമ്മുടെ നിർമ്മൽ ഇത് കേട്ട് വല്ലാണ്ട് ഷോക്കും ആയിട്ടോ. അപ്പം നിർമ്മൽ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് ഒരു കുട്ടീനെ ദത്തെടുത്ത് ഇങ്ങനെ വളർത്തിയത്? അത് പിന്നെ ഞങ്ങളുടെ മകൻ മരിച്ചു പോയല്ലോ, അതായത് ഇവർക്കുണ്ടായിരുന്ന ആദ്യത്തെ കുഞ്ഞ്, നമ്മുടെ നന്ദയ്ക്കുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞ് മരിച്ചു പോയല്ലോ. അപ്പം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ അതിന്റെ വേദനയിലും കഴിഞ്ഞുകൊണ്ടിരുന്ന ഗൗതമിന് ഏക ഒരു ആശ്വാസം നന്ദുമോനായിരുന്നു. അങ്ങനെ നന്ദുമോന് വേണ്ടിയാണ് പിങ്കിയെ വിവാഹം കഴിച്ചത്. ഒരു അമ്മ വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പിങ്കിയെ വിവാഹം കഴിച്ചത്, അതെന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് ഗൗതമിന്റെ ആ ഒരു മനസ്സ് തിരിച്ചറിയുന്നത്. അപ്പൊ നമ്മുടെ നിർമ്മലിനിടയ്ക്ക് തോന്നുകയാണ്, ഇതൊക്കെ എന്തൊക്കെയോ ഇതിന് പിന്നിൽ ഇനിയും സത്യങ്ങൾ കുറെ തെളിയാൻ കിടക്കുന്നുണ്ട്. നമ്മുടെ ഗൗതമിനല്ല, നിർമ്മലിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നിർമ്മല് ബാക്കി സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ്. അതുപോലെ നമ്മുടെ നന്ദയുടെ നിരപരാധിത്വവും ഗൗതമിന്റെ മുമ്പിൽ തെളിയിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് കഥ മുന്നേക്ക് പോകുന്നത്. നാളെ ആ ഒരു അത്ര സ്റ്റേജ് വരെ എത്തില്ല. ഈ കുട്ടി ഇങ്ങനെ
ഇതെല്ലാം കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു സീനോടൊക്കെ കൂടിയാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, എല്ലാവരും അഭിഹിതമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ കഥ കാണുന്നത്. പിന്നെ നമ്മളൊക്കെ ഇത് അതിൻ്റെതായ രീതിയിൽ മാത്രം ഉൾക്കൊള്ളുക. നമുക്കൊരു എന്റർടൈൻമെന്റിനല്ലാതെ നമ്മളിത് ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ കഥ കാണുന്നത്. നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ആണ് നമുക്ക് ഈ ഒരു കാര്യം, നമ്മൾ ഈ ഒരു കഥകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ കാണുക കേട്ടോ. കഥയാണ്, നമ്മൾ കേൾക്കുക, അത് ആസ്വദിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് തലയിൽ കൂടി ഇങ്ങനെ തുണി ഇട്ടിരിക്കുന്നത്, എന്താണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പ്രശ്നമുണ്ട്, നമുക്ക് വേറെ ഒന്നുമല്ല കേട്ടോ, മുണ്ടുനീരാണ്. അപ്പം കുറച്ച് ദിവസമായി, ഇപ്പൊ 4 ദിവസം ആയതേ ഉള്ളൂ മുണ്ടുനീര് വന്നാൽ അറിയാമല്ലോ, ഒരു 7 ദിവസമൊക്കെ പിടിക്കും നമുക്ക് കുറയണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി നല്ലപോലെ നീരുണ്ട്. അപ്പം ഞാൻ ആ ഒരു അസ്വസ്ഥത മറയ്ക്കാൻ വേണ്ടിയാണ് ഈ സ്കാർഫ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു മുണ്ടുനീരാണ്, അത് ഉടനെ തന്നെ പൊക്കോളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.